യേശുവിൻ്റെ ഉള്ളം കലങ്ങാനുള്ള കാരണം, യേശുവിന് മനസ്സിലായി ഞാൻ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കും. യേശുവിന് വേണ്ടി ഒരു പ്രവചന ദൂത് പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ ഒറ്റുകൊടുക്കുമെന്നുള്ളൊരു ദൂത് യേശുവിന് പണ്ട് മുതലേ അറിയാം. എന്നിട്ടും യേശു തെരഞ്ഞെടുത്ത 12 എണ്ണത്തിന്റെ കൂട്ടത്തില് യൂദയാണ് എന്നെ ഒറ്റുകൊടുക്കുന്നതെന്നും യേശുവിന് ആ നിമിഷം വരെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഹൃദയം നൊന്തതല്ല, ഇവൻ എന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നുവെന്ന് എങ്ങനെയോ അറിഞ്ഞപ്പോൾ യേശുവിന്റെ ഹൃദയം കലങ്ങിയതല്ല. കാരണം യേശു കർത്താവ് ജനിച്ച് വീഴുന്നതിന് മുമ്പേ യേശുവിനോടൊരു ദൂത് പറഞ്ഞത് യേശുവിന്റെ ചെവിക്കകത്ത് കിടപ്പുണ്ട്. അപ്പോൾ യൂദ ഒറ്റുകൊടുക്കുമെന്ന് അറിയാവുന്ന ദൈവത്തിന് ആ നിമിഷം വരെ ഹൃദയം കലങ്ങിയില്ല. പക്ഷേ ആ സമയത്ത് ഹൃദയം കലങ്ങാനൊരു കാരണമുണ്ട്. അത് ദൈവത്തിന് യൂദയോടുള്ള മഹാസ്നേഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവ് 12 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ അന്ന് പ്രവാചകന്മാർ പറഞ്ഞ ദൂത് ഈ 12 എണ്ണത്തിന്റെ അകത്തിൽ കയറി വന്നു യൂദയായിട്ട്. സ്തോത്രം. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ യേശുവിന് മനസ്സിലായി ഇവൻ എന്നെ ഒറ്റുകൊടുക്കുമെന്ന്. സ്തോത്രം. അപ്പോഴൊന്നും ഹൃദയം കലങ്ങിയില്ല. സ്തോത്രം. പക്ഷേ ഇപ്പോൾ ഹൃദയം കലങ്ങാനുള്ള കാരണം, ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കണം. യേശുവിൻ്റെ ആഗ്രഹം യൂദ ഒരിക്കലും തൂങ്ങി മരിക്കരുതെന്നാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യൻ ഒരിക്കലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് യൂദായെ കർത്താവ് വലിച്ചു കയറ്റിയത്. സ്തോത്രം. 3.5 വർഷം യൂദായെ കൊണ്ടു നടന്നത് ഇവൻ എന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നവനാണെന്ന് അറിഞ്ഞിട്ട് പോലും കൂടുതൽ സ്നേഹം കൊടുത്ത് തൻ്റെ മാർവോട് ചേർത്ത് നിർത്തി അവന് വേണ്ടതെല്ലാം 3.5 വർഷം കൊടുത്തു. അതെന്തിനാണെന്നറിയാമോ? യൂദായ്ക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. യൂദ മാനസാന്തരപ്പെടുന്ന ഒരു നിമിഷത്തിന് വേണ്ടി എൻ്റെ കർത്താവ് കാത്തിരുന്നു. പക്ഷേ ഇവിടെ ടൈം അവസാനിക്കുകയാണ്. അല്പനിമിഷം കഴിഞ്ഞാൽ യേശു ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പേ ഒരു മാനസാന്തരം യൂദയിൽ നിന്ന് യേശു ആഗ്രഹിച്ചിരുന്നു. അത് നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ യേശുവിന്റെ ഹൃദയം വിങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പുതിയൊന്ന് ഞാൻ പറയുമ്പോൾ അതിനെ ആധികാരികമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ കേട്ടതും പഠിപ്പിച്ചിട്ടുമുള്ളത് അല്പനിമിഷം കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ മരണമാണ്. ആ മരണത്തിനെ പറ്റി അവൻ വേവലാതിപ്പെടുന്നുവെന്നാണ് പ്രസംഗിച്ച് കേൾക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശു എന്നോട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ പ്രസംഗിക്കണം, ക്രൂശ് മരണം എനിക്കൊരു പ്രശ്നമേ അല്ല. കാരണം വചനത്തിൻ്റെ അകത്ത് പറയുന്നു ക്രൂശിൽ മരണം യേശു ആസ്വദിച്ചെന്നാ പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ യേശു മരണത്തെ ഭയപ്പെട്ടിട്ടില്ല. അതൊരു നിയോഗമാണ്. സ്വർഗം അവന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന നിയോഗമാണ്. 33.5 വയസ്സിൽ അവൻ മരിക്കണമെന്നുള്ളത്, സകല ജനത്തിന്റെ പാപത്തിന് പരിഹാരം യേശു മരിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ തമ്പുരാന്റെ പദ്ധതിയാകൊണ്ട് യേശുവിന്റെ മരണത്തെ ഭയന്നില്ല. അവൻ മരണം ആസ്വദിച്ചു. ആ മരണമൊന്നും യേശുവിന്റെ ഹൃദയത്തെ കലക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനൊരു ആശയം തന്നത്. എൻ്റെ ഹൃദയം അവസാന ഘട്ടത്തിൽ കലങ്ങിപ്പോയത് എൻ്റെ പ്രിയ ശിഷ്യനായ യൂദയെ പറ്റി ഓർത്തിട്ടാണ്. അവനൊന്ന് മാനസാന്തരപ്പെടുവാൻ ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവന്റെ ആത്മാവ് നഷ്ടപ്പെടരുത്. ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ അവനും എൻ്റെ കൂടെ വന്നിരിക്കണം. മറ്റ് 11 പേരുടെ കൂടെ അവനും ഉണ്ടാകണമെന്ന് എൻ്റെ യേശു ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്താ ചെയ്തത്? അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അവനെ ശുശ്രൂഷ പഠിപ്പിച്ചു, അവനെ കൂടെ കൊണ്ടു നടന്ന് കൂടിരുത്തി ആഹാരം കൊടുത്ത് കിടത്തി ഉറക്കി അവന് ഉമ്മ കൊടുത്തു, അവനെ ചേർത്ത് നിർത്തി. എൻ്റെ പൊന്നു യൂദായെ, ഈ 3.5 വർഷം ദൈവം എന്തിനാ ചെയ്തതെന്നറിയാമോ? നിനക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ, നിനക്ക് പാപബോധം ഉണ്ടാകട്ടെ. നിനക്ക് യേശുവിന്റെ അടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞേനെ. പക്ഷേ അവന്റെ മനസ്സ് കഠിനപ്പെട്ട് നിൽക്കുന്നത് യേശു കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി യൂദയ്ക്ക് കൊടുത്ത ടൈം അവസാനിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? യേശുവിന്റെ ഹൃദയം ഇതാണ്.
99 എണ്ണത്തിനെ വിട്ടിട്ട് ഒന്നിന്റെ പുറകെ പോയത് ഈ ഹൃദയമുള്ളവനായതുകൊണ്ടാണ്. സ്തോത്രം. ഈ 99 എണ്ണത്തിനെ വിട്ടിട്ട് ഈ വന്യമൃഗങ്ങളുടെ അകത്തോട്ട് യേശു കർത്താവ് കടന്നു ചെന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനർത്ഥം വേറെയാണെങ്കിലും അവിടെയും യേശു തന്റെ ജീവനെ ഭയന്നിട്ടില്ല. ഒരു സിംഹം കടിച്ചു കീറിയാലും വേണ്ടിയില്ല, ആ സിംഹത്തിന്റെ വായ്ക്കകത്ത് എൻ്റെ ഒരു കുഞ്ഞാട് പോലും നഷ്ടപ്പെട്ടു പോകരുന്ന് ആഗ്രഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് പകൽക്കാലമായി യേശുവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. എനിക്കറിയില്ല ആരാണ്ടൊടക്കോ ദൈവത്തിന്റെ വചനം ദൂത് വിളിച്ച് പറയുന്നു, ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ മുമ്പിൽ നീ ഒന്ന് മാനസാന്തരപ്പെടാമെങ്കിൽ നിന്റെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ മുകളിൽ ഒരു ദുർഭരണം നടക്കത്തില്ല. മരിക്കാൻ പോലും ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് കർത്താവ് തിരിക്കുന്ന ഒരു പാൽക്കാലമാ. നീ മരിക്കുന്നത് കാണുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമില്ല. നീ മരിച്ചാലും നിന്റെ ആത്മാവ് സ്വർഗ്ഗത്തെത്തണമെന്ന് എന്റെ ദൈവത്തിന് ആഗ്രഹമായതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു നിൽക്കുന്ന ചിലരെ തിരിക്കുന്ന ഒരു പാൽക്കാലമാ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പ്രാണനാഥന്റെ ആത്മാവിന്റെ ഒരു ചലനം ഞാൻ ഈ ഹോളിനകത്ത് സെറ്റ് ചെയ്യുക. അത് വിശ്വസിക്കുന്ന നിന്റെ മുകളിൽ ഒരു ആത്മാ പാർശ്വട്ടാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ ഹൃദയം അതാണ്. അവസാന ഘട്ടം വരെ യേശു നോക്കി നിൽക്കും. നിന്നെ ഒന്ന് സഹായിക്കുവാൻ, നിന്നെ ഒന്ന് സഹായിക്കുവാൻ മനസ്സ് കാണിച്ചാൽ തമ്പുരാൻ നിന്നെ സഹായിച്ചിരിക്കും. നിങ്ങൾക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 23:42-43 വായിക്കുമ്പോൾ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവിന്റെ വലത്തും ഇടത്തും 2 കള്ളന്മാരെ ക്രൂശിച്ചിട്ടുണ്ട്. അതിലൊരു കള്ളൻ യേശുവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ മറ്റേ കള്ളൻ അവനെ ശാസിച്ചിട്ട് പറഞ്ഞു, അവൻ നമ്മൾ പാപം ചെയ്തിട്ടല്ല ശിക്ഷ അനുഭവിക്കുക, എന്നാൽ ഇവൻ പാപമൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാ. എന്നിട്ട് യേശുവോട് പറഞ്ഞ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് ആ ക്രൂശിൽ കടന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിന്നോട് ഞാൻ സത്യമായിട്ട് പറയുന്നു, നീ എൻ്റെ കൂടെ ഇന്ന് പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ് ഒരു മാനസാന്തരപ്പെട്ട കള്ളനെ അന്ത്യസമയത്ത് അവസാന നിമിഷത്തിൽ അവന്റെ ഹൃദയം തുറന്നപ്പോൾ കർത്താവ് സ്വർഗം തുറന്നു കൊടുത്തതാ. ഓ, അങ്ങനെയെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടുവാൻ നീ മനസ്സ് കാണിച്ചാൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു തരുന്ന സ്നേഹനിധിയായ ഒരു യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. അവന്റെ പ്രസൻസ് ഇതിനകത്തുണ്ട്. ആ സ്നേഹത്തെ പിടിച്ചു പറ്റുക, അവന്റെ തണലിൽ ജീവിക്കുക, ആ ക്രൂശിന്റെ മറവിൽ മറയുവാൻ ഇന്ന് പാൽക്കാലം നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുക. കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. മാനസാന്തരത്തിന്റെ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തെ തുറക്കട്ടെ. മത്തായി 27:5 പറയുന്നു, യൂദ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞിട്ട് അവൻ പോയി കെട്ടുഞാന്ന് ചത്തു. കഷ്ടമല്ല യൂദായെ, നിന്നെ രക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ കൂടെ അല്ലേ 3.5 വർഷം നീ നടന്നത്? നീ അവൻ്റെ ശിഷ്യനല്ലായിരുന്നോ? ഈ കയറിൽ തൂങ്ങി മരിക്കേണ്ട വല്ല കാര്യവും നിനക്കുണ്ടായിരുന്നോ? ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നുവെങ്കിൽ നിന്റെ ആത്മാവ് സ്വർഗത്ത് പോകത്തില്ലായിരുന്നു. ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ വർഷം ഭൂമിയിൽ നിനക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാൻ പറ്റിയേനെ. നീ ഒന്ന് മാനസാന്തരപ്പെട്ടെങ്കിൽ നിന്റെ കൈക്കൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യത്തില്ലായിരുന്നോ? നീ ഒന്ന് മാനസാന്തരം ചെയ്തിരുന്നുവെങ്കിൽ ഇവിടം കൊണ്ട് മരണം കൊണ്ട് നിന്റെ പേര് ബൈബിളിൽ അവസാനിക്കത്തില്ലായിരുന്നോ? സ്തോത്രം. ഒരു പത്രോസിനെ പോലെ, ഒരു പൗലോസിനെ പോലെ, യോഹന്നാനെ പോലെ, യാക്കോബിനെ പോലെ നിന്റെ പേര് പുസ്തകത്തിന്റെ അവസാനം വരെ നിലനിന്നേനെ. അതുകൊണ്ട് നിന്റെ കുഴപ്പം കൊണ്ടാണ് നീ ബൈബിളിന്റെ അകത്തുനിന്ന് പുറത്തു പോയത്. നിന്റെ കുഴപ്പം കൊണ്ടാണ് ഒരു കയറിന്റെ മുകളിൽ നിന്റെ ജീവനെ കുടുക്കിക്കളഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നീ എത്ര പാപിയാണെങ്കിലും, എന്തെല്ലാം പാപം ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും, ഒരു വ്യക്തിയോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത തരത്തിൽ പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹമാണെന്ന് മറന്നു പോകരുത്. യേശു നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയത് ഇന്ന് നിനക്കൊരു മാനസാന്തരം തരാനാണ്. ഇന്നെ മീഡിയ മിനിസ്ട്രി കാണുന്ന ആരണ്ടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നീ ഒരിക്കലും ഒരു ശുശ്രൂഷയും ഒരു സുവിശേഷവും കേട്ടിട്ടുള്ള ആളായിരിക്കത്തില്ല. പക്ഷേ ഇന്ന് എന്തോ കാരണത്താൽ യേശു നിന്നെ പിടിച്ചിരുത്തിയത് കേൾപ്പിക്കുന്നുവെങ്കിൽ നിനക്കൊരു മാനസാന്തരം വേണമെന്ന് എന്റെ യേശു ആഗ്രഹിക്കുന്നു. കുഞ്ഞെ, നിന്റെ മരണം ഒഴിഞ്ഞു പോകും, നിന്റെ മരണം ഒഴിഞ്ഞു പോകും, നിന്റെ ആത്മാവ് രക്ഷപ്പെടും. കർത്താവിന്റെ 2ാമത്തെ വരവിൽ നീ അവന്റെ കൂടെ എടുക്കപ്പെടും. അതുകൊണ്ട് എന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ ഇപ്പൊ തന്നെ തീരുമാനമെടുക്കുക, ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. പാപ സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാട്ടെ.